ജയറാം എന്ന നടനെക്കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യം മനസ്സിൽ തോന്നുന്ന അഭിപ്രായം എന്താണ്? അതിവിനയ കുനിയൻ, സ്വന്തം വില കളയുന്ന നടൻ, ട്രോൾ ഇരന്നു വാങ്ങുന്ന നടൻ, മികച്ച നടൻ, ഇഷ്ടനടൻ, വേണ്ട പോലെ ഉപയോഗിക്കാതെ പോയ നടൻ, അർഹിക്കുന്ന സ്ഥാനം ലഭിക്കാതെ പോയ നടൻ. സോഷ്യൽ മീഡിയ ഈ അടുത്ത കാലത്തായി അദ്ദേഹത്തിന് ചാർത്തി കൊടുത്ത വിശേഷണങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഇതൊക്കെയാണെങ്കിലും അദ്ദേഹം ഒരു മികച്ച നടനാണെന്നത് നമുക്ക് ആർക്കും തർക്കമില്ലാത്ത കാര്യമാണ്. പിന്നീട് എന്താണ് അദ്ദേഹത്തെ തേടി പലപ്പോഴും മികച്ച വേഷങ്ങൾ വരാത്തത്? വന്ന വേഷങ്ങൾ തന്നെ ഇനി അദ്ദേഹം സ്വീകരിക്കാത്തതാണോ? സ്വീകരിച്ച വേഷങ്ങൾ തന്നെ വേണ്ട വിധം അംഗീകരിക്കപ്പെടാതെ പോയവയാണോ? ശ്രദ്ധിക്കപ്പെടാതെ പോയവയാണോ? ഈ അവസാനത്തെ ചോദ്യത്തിന് മാത്രമായി ഒരു ഉത്തരം എനിക്ക് പറയാൻ കഴിയും. അതെ എന്ന ഉത്തരം. അതായത് സ്വീകരിച്ച വേഷങ്ങൾ തന്നെ വേണ്ട വിധം അംഗീകരിക്കപ്പെടാതെ പോയതുകൊണ്ടാണ് എന്ന്. അതിന് കാരണം ഞാൻ ശേഷം എന്ന ചിത്രം കണ്ടിട്ടുണ്ട്. ഇതുവരെ കാണാത്ത ഒരു ജയറാമിനെ ഞാനതിൽ കണ്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങളോട് എനിക്ക് പറയാനുണ്ട്. നമ്മുടെ ദാമോദരൻ മരിക്കുമെന്ന് അയാള് തലേന്ന് രാത്രി സ്വപ്നം കണ്ടത് ഫലിച്ചുണ്ട്. അങ്ങേർക്ക് ശക്തിയുണ്ട്, ശക്തിയുണ്ടെന്നുള്ളത് ഉറപ്പ്. ദൂരെയാ, കാടാ, മലയുണ്ട് അവിടെ, പിന്നെ എല്ലാം കടലാ, കിളിയുണ്ട്. അച്ഛനും അമ്മ എവിടെ? ലോനപ്പന് ഓർമ്മയില്ലേ? എന്തുപറ്റി? ഏയ് ലോനപ്പൻ. 2002 ടി കെ രാജീവ് കുമാറിന്റെ സംവിധാനത്തിൽ ജയറാം, ഗീതു മോഹൻദാസ്, ബിജു മേനോൻ തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയ ചിത്രമായിരുന്നു ശേഷം. മാനസിക വെല്ലുവിളി നേരിടുന്ന ലോനപ്പൻ എന്ന കഥാപാത്രമായാണ് ജയറാം ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. ഉള്ളത് ഞാൻ തുറന്നു പറയട്ടെ, ഞെട്ടിക്കുന്ന പ്രകടനമാണ് ജയറാം ഇതിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ഇതിനു മുൻപോ ഇതിനു ശേഷമോ ഇങ്ങനെയൊരു ജയറാമിനെ ഞാൻ മറ്റൊരു ചിത്രത്തിലും കണ്ടിട്ടില്ല. അക്ഷരാർത്ഥത്തിൽ അങ്ങേയറ്റം അത്ഭുതപ്പെടുത്തിയ പ്രകടനം. ഈ ചിത്രത്തിൽ എവിടെയും തന്നെ നമുക്ക് പരിചയമുള്ള മധ്യവർഗ മലയാളിയുടെ രൂപഭാവങ്ങളുള്ള അടുത്ത വീട്ടിലെ ചേട്ടന്റെ പ്രതിച്ഛായ ഒരു ജയറാമിനെ കാണാനേ കഴിയില്ല. ലോനപ്പൻ എന്ന കഥാപാത്രത്തെ മാത്രം. മാനസിക വെല്ലുവിളി നിറഞ്ഞ ആ കഥാപാത്രവുമായി ഇദ്ദേഹം ഇത്രയ്ക്കും താതാത്മ്യം പ്രാപിച്ചത് എങ്ങനെയെന്നോർത്ത് ഞാൻ ഇപ്പോഴും അത്ഭുതപ്പെടുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജയറാം എന്ന നടനിലെ അയാളിലെ കഴിവിനെ കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടില്ലെന്നാണ്. ഒരു തവണയെങ്കിലും മുഴുവനായി കണ്ടവർക്ക് മറിച്ചൊരു അഭിപ്രായം ഉണ്ടാകാൻ യാതൊരു സാധ്യതയുമില്ല. വളരെയധികം തീവ്രമായ സാമൂഹിക യാഥാർത്ഥ്യങ്ങളിലേക്കാണ് ഈ സിനിമയുടെ പ്രമേയം വിരൽ ചൂണ്ടുന്നത്. തന്റെ ആദ്യ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനായി മീര എന്ന നവാഗത സംവിധായിക ഒരു മാനസിക രോഗാശുപത്രി തിരഞ്ഞെടുക്കുന്നതും അവിടെ വെച്ച് ലോനപ്പൻ എന്നൊരാളെ കണ്ടുമുട്ടുന്നതും ആ വ്യക്തിയുടെ ജീവിതവും സ്വഭാവ രീതികളും മീരയുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതും തുടർന്ന് മീര തന്റെ ആദ്യ ചിത്രത്തിന്റെ തിരക്കഥ ലോനപ്പൻ എന്ന വ്യക്തിയെ കേന്ദ്രീകരിച്ച് മാറ്റി എഴുതുന്നതുമൊക്കെയാണ് സിനിമയുടെ ഇതിവൃത്തം. മീര എന്ന നവാഗത സംവിധായികയായി ഗീതു മോഹൻദാസാണ് അഭിനയിച്ചിരിക്കുന്നത്. ബോൾഡായ, വൈബ്രന്റായ, സ്റ്റബേണായ കഥാപാത്രമായി അവർ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. അവരുടെ പ്രതിശ്രുത വരനായ സബ് കളക്ടറായി ബിജു മേനോനും സിനിമയുടെ കർക്കശക്കാരനായ എഡിറ്ററായി മുരളിയും രസിപ്പിക്കുന്ന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. അന്തരിച്ച നടനും തിരക്കഥാകൃത്തുമായ പി ബാലചന്ദ്രൻ ഇതിൽ ഏറെ രസകരമായ ഒരു മാനസിക രോഗിയായി വേഷമിട്ടിട്ടുണ്ട്. സിനിമ കണ്ടു തീർന്നാലും ആ കഥാപാത്രവും ആ കഥാപാത്രത്തിന്റെ ചോദ്യവും നമ്മളെ വിട്ടു പോവില്ല. ഒരിക്കൽ ഭ്രാന്തുണ്ടെന്ന് പറഞ്ഞ് സെല്ലിൽ അടയ്ക്കപ്പെട്ട ഒരു മനുഷ്യനെ തേടി പിന്നീട് അയാളുടെ ബന്ധുക്കൾ പോലും വരില്ല. അങ്ങനെ നോക്കുമ്പോൾ ഈ സെല്ലിൽ കിടക്കുന്നവർക്കാണോ ശരിക്കും ഭ്രാന്ത്, അതോ പുറത്ത് അവരെ അംഗീകരിക്കാനോ തിരിച്ചെടുക്കാനോ കൂട്ടാക്കാത്ത സമൂഹത്തിനാണോ ഭ്രാന്ത്? മാനസിക രോഗാശുപത്രിയിലെ ഡോക്ടർ ചോദിക്കുന്ന ഈ ചോദ്യം സിനിമയ്ക്ക് അപ്പുറത്തും പ്രസക്തമാണ്. സത്യത്തിൽ ആർക്കാണ് വട്ട് എന്ന് ലോനപ്പനും ചോദിക്കുന്നുണ്ട്. വട്ട് എന്നാൽ എന്താണെന്നും അയാൾ ചോദിക്കുന്നു. ആ മാനസിക രോഗാശുപത്രിയിൽ ഉള്ള രോഗികളിൽ ഏറ്റവും സെൻസിബിളായ മനുഷ്യനെന്ന് അവിടുത്തെ രോഗികളും ഡോക്ടറും ഒരുപോലെ സമ്മതിക്കുന്ന ലോനപ്പൻ എന്ന മനുഷ്യന് പക്ഷേ സെല്ലിൽ നിന്ന് പുറത്തു വന്ന ശേഷം ജീവിതം മറ്റൊന്നാവുകയാണ്. മീരയുടെ ആഗ്രഹപ്രകാരമാണ് അയാൾ സെല്ലിൽ നിന്ന് പുറത്തു വരാൻ കൂട്ടാക്കുന്നത്. പക്ഷേ സെല്ലിന് പുറത്തെ സമൂഹം അയാളെ നോക്കിക്കാണുന്നത് ഭ്രാന്തനായിട്ട് തന്നെയാണ്. വട്ട്. സത്യത്തിൽ ആർക്കാണ് വട്ട്? വീടില്ലെങ്കിൽ വട്ടാണോ? അച്ഛനും അമ്മയും ഇല്ലെങ്കിൽ വട്ടാണോ? സ്ഥലകാല ലിംഗഭേദമന്യേ സമൂഹത്തിലെ എല്ലാ മനുഷ്യർക്കും വട്ടുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങളെന്ത് പറയും? ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. അക്കൂട്ടത്തിൽ ഏറ്റവും മനുഷ്യത്വമുള്ളവനും നിഷ്കളങ്കനുമായ ഒരാളുണ്ടെങ്കിൽ നിങ്ങൾ അയാളെ എന്ത് പറയും? മുഴുവട്ടൻ എന്ന് പറയും. അങ്ങനെ ഒരാളുടെ കഥയാണ് ശേഷം. ലോനപ്പന്റെ സെല്ലിലെ ഭാസി ചേട്ടൻ ചോദിക്കുന്നത് പോലെ നമുക്ക് എന്തിനായിരുന്നു സ്വാതന്ത്ര്യം? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ തമ്മിൽ തല്ലുകയും പരസ്പരം ഭ്രാന്തുള്ളവരെന്ന് മുദ്രകുത്തുകയും ചെയ്യുന്ന സമൂഹവും മനുഷ്യസ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സർവോപരി മാനവികതയുടെയും കൂടി ഇടമാകുന്ന മാനസിക രോഗാശുപത്രിയും രണ്ടായി
രണ്ടിടങ്ങളായി നിൽക്കുന്നിടത്തോളം കാലം ലോനപ്പനെ പോലെയുള്ളവരുടെ ജീവിതം ഒരു ചോദ്യചിഹ്നമാണ്. അത് വിരൽ ചൂണ്ടുന്നത് ഭാസിച്ചേട്ടന്റെ അതേ ചോദ്യത്തിലേക്കാണ്, അതേപോലെ ശേഷം എന്ന യാഥാർത്ഥ്യത്തിലേക്കും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ സമൂഹത്തിൽ ലോനപ്പനെ പോലെ ചില മനുഷ്യരെ സംബന്ധിച്ചെങ്കിലും ശേഷം എന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. ആഘോഷങ്ങൾക്ക് ശേഷം, ആവശ്യങ്ങൾക്ക് ശേഷം, സന്തോഷങ്ങൾക്ക് ശേഷം, സമാധാനങ്ങൾക്ക് ശേഷം, നേട്ടങ്ങൾക്ക് ശേഷം. അപ്പോൾ ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ കാണാൻ ശ്രമിക്കുക. കൂടാതെ ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, ഓർമ്മകൾ തുടങ്ങിയവയെല്ലാം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.